목소리 머리를 빗는 이 빗소리 밖엔 비가 오나 봐 들리는 빗방울들이 땅에 떨어지는 소리 전해지는 전생고 대체 뭐야 너는 비법이 아침에 일어나서 부은 눈. ഇത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിരിക്കും. ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നലെയാണ് ഈ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇന്നലെ ഇവിടെ പവർ കട്ടായിരുന്നു. 2 മണിയായപ്പോഴാണ് കറണ്ട് വന്നത്. കറണ്ടല്ല അപ്പോൾ വന്നത് പണിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ ഞാനാണെങ്കിൽ ഇവിടെയൊക്കെ കുറച്ച് പെയിൻ്റ് അടിച്ചായിരുന്നു. ജനലിൻ്റെ അവിടെ നിറച്ച് ചെളിയായിരുന്നു. അതാണെങ്കിൽ ലോരമ്മ ഇവിടുന്ന് ഇങ്ങനെ ചാടി പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും കാലയിലുള്ള ചെളിയെല്ലാം പറ്റി അതങ്ങനെയായിരുന്നു. പിന്നെയാണ് ഞാൻ അത് അടിച്ച് പിന്നെ ഇത് ചെറിയ ഇതില്ലേ അതിൽ സൈഡിലൊക്കെ ഒരു പിങ്ക് കളറായിരുന്നു. അത് എന്തോ പോലെയായിരുന്നു. അപ്പോൾ ഞാൻ അതും വൈറ്റ് കളറാക്കി അത് ചെയ്തു. അപ്പോൾ ഇന്ന് കർട്ടനെല്ലാം ഊരി അലക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നുമില്ല. ഇന്ന് എനിക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കുമ്പം ഇൻസ്റ്റയിൽ പോസ്റ്റുകൾ ഇതുപോലെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ക്യാൻവ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ഓൾറെഡി ഇൻസ്റ്റയുടെ ആ പോസ്റ്റിൻ്റെ ആ സൈസിൽ ഞാൻ ഓൾറെഡി എടുത്തു വച്ചിട്ടുണ്ട്. നിങ്ങൾ അതുപോലത്തെ ഒരെണ്ണം എടുത്താൽ മതി. എലമെൻറ്റ്സ് അതിനകത്ത് പോകുമ്പോൾ നമുക്കിങ്ങനത്തെ കുറേ സ്റ്റിക്കേഴ്സ് കിട്ടും, ഫോട്ടോസ് കിട്ടും, അങ്ങനെയൊക്കെയുണ്ട്. ബാക്ക്ഗ്രൗണ്ട് പാറ്റേൺസ് നോക്കുമ്പോൾ ഗ്രാഫിക്സിനകത്ത് പോയിട്ട് കുറേ ഇത് വരും. ഇതിനകത്ത് ഈ ഇതുള്ളത് സിമ്പൽ ഉള്ളതെല്ലാം പൈസ കൊടുത്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ളവർക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ ബാക്കി അല്ലാത്ത ഞാൻ ഫ്രീ ആയിട്ടുള്ളതിനെ യൂസ് ചെയ്യുന്നു. നമുക്കിഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതിനകത്തുള്ളത് തന്നെ എടുക്കണമെന്നില്ല. ബാക്ക്ഗ്രൗണ്ടായിട്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ എടുത്ത ഫോട്ടോ അങ്ങനെ എടുക്കാം. ഇല്ലെങ്കിൽ ഇത് പിൻട്രസ്റ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. ഞാൻ പിന്നെ ഇതിനകത്തുള്ളത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞാനിത് ചുമ്മാ ഒരെണ്ണം എടുത്ത് ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഇഷ്ടത്തിന് ഇതേപോലെ
ഇതായിട്ട് വെക്കാം. ഇനിയാണെങ്കിൽ ഗ്യാലറിക്കകത്തുനിന്ന് നമുക്കിഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്തിട്ട് ആഡ് ടു പേജ് കൊടുക്കണം. ആഡ് ടു പേജ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വരും. അപ്പം നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനിയാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനത് ഇൻഷോട്ടിൽ ചെയ്യാൻ എളുപ്പമാണ്. ഇതിനകത്താണെങ്കിൽ ഇങ്ങനെ കട്ടൗട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കട്ടൗട്ട് എന്ന് പറയുന്ന ആ ഓപ്ഷൻ എടുത്തിട്ട് ഇതേപോലെ ഇതാക്കുമ്പോൾ നമ്മുടെ ഇത് ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് ഇതേപോലെ കിട്ടും. എന്നിട്ട് ഇത് കൊടുക്കുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഈ സൈഡ് അതിൻ്റെ ഇപ്പുറത്ത് ഒരു ഇതുണ്ട്, അതിനകത്ത് ഔട്ട്ലൈൻസ് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കൊടുക്കാവുന്നതാണ്. ലൈനായിട്ടുള്ളതുണ്ട്, ഇതിൻ്റെ ഇതേപോലെ ഇങ്ങനെ കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ മാറ്റാം കേട്ടോ. അപ്പം ഞാൻ ഇത് കൊടുത്ത് വൈറ്റ് എടുത്തു, എക്സ്പോർട്ട് ചെയ്തു. ഇനി ക്യാൻവയിൽ പോയിട്ട് അപ്പം അത് ഗാലറി വരും. എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് ആഡ് പേജ് കൊടുക്കുമ്പോൾ അത് അവിടെ വന്നേക്കും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ കൊണ്ടുവെക്കാം. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോയിൽ നമുക്ക് കളർ ഗ്രേഡിയൻ്റ് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യും. ഞാനും ചെയ്യാറില്ല. എനിക്കതിനെക്കുറിച്ച് വലുതായിട്ട് അറിയത്തുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനിയാണെങ്കിൽ ടെക്സ്റ്റൊക്കെ എഴുതി അതിന് മുമ്പ് പിന്നെ സ്റ്റിക്കേഴ്സ് എലമെൻസിനകത്ത് തന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനിപ്പോൾ ഓൾറെഡി അവസാനം എടുത്ത് വെക്കുന്നത് ഇതിനകത്തുണ്ട്. അത് നമുക്കിഷ്ടമുള്ള ഇതേപോലത്തെ ഇതൊക്കെ അവിടെ കൊണ്ട് വെക്കാം. ടെക്സ്റ്റൊക്കെ എഴുതാനും ഇതിനകത്ത് ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഇൻഷോട്ടിലും ഉണ്ട് സെയിം. അതിനകത്താണെങ്കിൽ എളുപ്പമാണ്. ഇതിനകത്ത് പിന്നെ ഫ്രീ സ്റ്റിക്കേഴ്സ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സിന് വേണമെങ്കിൽ നിങ്ങൾ പിൻട്രസ്റ്റിൽ പോയിട്ട് സ്റ്റിക്കേഴ്സ് അടിക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് കിട്ടും. ഇതേപോലത്തെ ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് അതിനകത്ത് കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് അതെടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നേരത്തെ കാണിച്ച പോലെ ഇൻഷോട്ടിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുകയോ ചെയ്യാതെയോ അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഞാൻ റാൻഡമായിട്ട് ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് ഇതാക്കാൻ പോവുകയാണ്. ഇത് ഞാൻ വേറെ കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്തേക്കുന്ന ഇത് ഇങ്ങനെ. ഇപ്പം ഈ ടെക്സ്റ്റ് എടുത്തെന്ന് വിചാരിച്ചു. ഇതിന് നമുക്കിവിടെ ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഇവിടെ ഇങ്ങനെ കൂട്ടാം കുറയ്ക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാം. പിന്നെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈല്, പിന്നെ ഫോണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഫ്രീ ആയിട്ടുള്ളത്, ഫ്രീ അല്ലാത്തതും ഉണ്ട്. ഫ്രീ ആയിട്ടുള്ളത് ഇഷ്ടം പോലെ ഇതിനകത്ത് അവൈലബിൾ ആണ്. പണെങ്കിൽ
ഞാൻ ഇത് കൊടുത്തന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവച്ചെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇപ്പം ഈ നമ്മൾ ടെക്സ്റ്റ് ഇതിനനുസരിച്ച് ഇങ്ങനെ റാ പോലെ അങ്ങനെയൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ടെക്സ്റ്റ് എടുക്കുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇതിനകത്ത് ഇപ്പുറത്ത് പോയിട്ട് എഫക്ട്സ് ഉണ്ട്. എഫക്ട്സിൽ ഷേപ്പ് ഇതേപോലെ എഫക്ട്സ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാം. ഇതിനകത്ത് ഗ്ലോ വരുന്നതും ഇതേപോലെ അങ്ങനെയൊക്കെ ടെക്സ്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ആക്കി വിചാരിച്ചു. ഇനി കർവ് എന്ന് പറയുന്ന സംഭവം എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ഇപ്പോൾ ഞാൻ ഈ തലയുടെ ഇതിൻ്റെ ഇതാക്കുവാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊണ്ട് വെക്കാം. ഇതിനൊന്നും അങ്ങനെ നിയമമൊന്നുമില്ല, അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ എലമെൻസിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ. അപ്പോൾ അതിനകത്ത് ആവശ്യമൊന്നുമില്ല എന്നായിരുന്നു. ഇത്രേ ഉള്ളൂ. എന്നിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യും. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഇവിടെ PNG ഉണ്ട്, JPG ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ കൊടുക്കാൻ പറ്റും. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്തതിൻ്റെ ഔട്ട് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ട് കാണിക്കാം. Lola, Lola,
എനിക്ക് 10K അടിച്ചു. 10K. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഞാൻ ഇത്ര നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നതാണ്. കുറേ നാളായിട്ട് ഫോളോവേഴ്സ് വരുന്നുണ്ടെങ്കിൽ സ്റ്റക്കായിരുന്നു, കുറേ മാസം കയറുന്നില്ല. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിന് കംപ്ലൈൻറ്റ് കൊടുത്തപ്പോഴാണ് പിന്നെ കയറാൻ തുടങ്ങി. 10K ആയി. പക്ഷേ എങ്ങനെയാണ് 10K ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അത് സർപ്രൈസാണ്. ഒരു ഉടുപ്പ് ചെയ്യും, സ്പെഷ്യൽ ഉടുപ്പുണ്ട്, അത് ചെയ്യും. ഇതൊക്കെ ചെയ്ത് നേരത്തെ വെക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നേരത്തെ ഞാൻ പ്രതീക്ഷിച്ചതിൽ നേരത്തെ ആയി. അല്ല, അങ്ങനെയല്ല, ഡ്രസ്സൊക്കെ ചെയ്ത് വെച്ചിട്ടാകാനായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷെ അതിന് മുമ്പായി. പിന്നെ അന്നയുടെ ഇന്ന് ഞാനൊരു വലിയ ബൊക്ക ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വേണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പെട്ടെന്ന് ഇടിശയുടെ കുറെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതെ, നല്ല മൊത്തം സഹായിച്ചു. അടുത്ത സ്വർണ്ണം കൂടെ ഉണ്ട്. എന്നിട്ട് പിന്നെ ഞാനാണെങ്കിൽ മറ്റേ എങ്ങനെയാണ് ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ഇടുന്നതെന്നുള്ള ഇതിൻ്റെ ട്യൂട്ടോറിയൽ പോലെ കുറച്ചെടുത്തിട്ടുണ്ട്. എനിക്കങ്ങനെ പഠിപ്പിക്കാൻ അറിയത്തൊന്നുമില്ല. പക്ഷേ ആണെങ്കിൽ എങ്ങനെയായിട്ടുണ്ടോയെന്നൊന്നും അറിയത്തില്ല. എന്നാലും ഞാൻ നാളെ എഡിറ്റ് ചെയ്തിടാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഒരു ചാനലും കൂടെ ഉണ്ട്, അത് പോയി സബ്സ്ക്രൈബ് ചെയ്യും. അതെ, സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ വീഡിയോസിനൊക്കെ വേണ്ടി ഇരിഷയുടെ സ്റ്റിച്ചിങ് റിലേറ്റഡ് വ്ളോഗൊക്കെ ഉണ്ട്. സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ, ഡേ ഇൻ മൈ ലൈഫ് ആകെ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. പിന്നെ എഡിറ്റിക്കും ഇൻസ്റ്റയിൽ പറയും. 10K അല്ല, 10K അല്ല, എന്നാണ് നീ ചെയ്യുന്നതെന്ന് പറ. പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ട്. എനിക്കൊരു സ്മോൾ ബിസിനസ് ഉണ്ട്. കാക്ക എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. അപ്പം അതിൽ ഞാൻ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സൊക്കെ അപ്ലോഡ് ചെയ്യും, അങ്ങനെ സെല്ല് ചെയ്യും. നിങ്ങൾക്ക് കസ്റ്റമൈസ് ആയിട്ട് ഡിസൈൻ ചെയ്ത് വേണമെങ്കിൽ എരുമ്പിയോട് ചോദിച്ചാൽ മതി, അവൾ നന്നായിട്ട് കയ്യിൽ പെട്ടാൻ പോയി. കസ്റ്റമൈസ് ആയിട്ടൊക്കെ അത് നമ്മൾ ചെയ്ത് തരും കേട്ടോ. അങ്ങനെ ആ പേജിലാണ് 10K അടിച്ചത് ഇന്ന്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ശരിക്കും വിഷയദാരിദ്ര്യം. ഞങ്ങൾ സംസാരിക്കുന്ന ഇങ്ങനെ വിഷയമുള്ള ആൾക്കാരല്ല, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ലാഗ് അടിച്ച് മിണ്ടുന്നത് കേട്ടോ. ഞാൻ ഇന്നൊരു 36 ഡ്രസ്സ് പെട്ടെന്ന് പാക്ക് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പം അത് പാക്ക് ചെയ്ത് വേർത്ത് കുളിച്ച് ഡിസ്പാച്ച് ചെയ്യാൻ അവരിവിടെ വന്നാൽ എടുക്കാറ് ഡെലിവറിക്കാർ. പക്ഷേ ഇന്ന് അവരെടുക്കുന്ന സമയം കവിഞ്ഞു പോയി. അപ്പോൾ ഒരു 6:30 ഞാനും അമ്മയും കൂടെ പോയി കൊടുക്കാൻ പോയി. ഇതൊക്കെ ഞാൻ നിൻ്റെ ചാനലിൽ എന്തിനാണ് പറഞ്ഞു. ഇതൊക്കെ എൻ്റെ വിഷ് ലിസ്റ്റ് എന്നാണോ, വിഷ് ബോർഡ് എന്നല്ലേ പറയുന്നത്? വിഷൻ ബോർഡിൽ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. അതെ, അത് നടക്കുമെന്നല്ല, അത് നമ്മൾ ചെയ്യും കൂടി വേണം അല്ലേ? ചെയ്യും കൂടെ എന്നാലും വിഷയം വേണം അല്ലേ? അതെ. എൻ്റെ ആണെങ്കിൽ വേറെ കാര്യം, ഇങ്ങനത്തെ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് അത് നടക്കുന്നുണ്ട്. ശരി, നടക്കും. അതെ. ഞാൻ പക്ഷേ യൂട്യൂബിൽ അത്ര ആക്റ്റീവ് അല്ല, സമയം ശരിയാവുന്നില്ല. എന്നാലും വേണം. ഞാൻ ചെറുതായിട്ട് ആക്റ്റീവ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് റിയാക്ഷൻ വീഡിയോ ഇങ്ങനെ അന്നയൊക്കെ എടുത്തു തരണമെന്നായിരുന്നു. പക്ഷെ എനിക്ക് നാണമായതുകൊണ്ട് നീ എന്നോട് ചോദിച്ചില്ല, എൻ്റെ റിയാക്ഷൻ ചോദിച്ചു. എനിക്ക് 10K ആയാല് അതല്ലേ? എനിക്ക് 10K ആയാലും നിനക്ക് എന്താ തോന്നുന്നു? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം എനിക്ക് ഇവിടെ കഷ്ടപ്പെട്ടതെന്ന് മാത്രമല്ല, അവളെ ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. കുറെ താമസിച്ചു പോയി എന്ന് എനിക്ക് തോന്നി.
പക്ഷേ ആണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ കിട്ടിയില്ല. അതെ, സമയമില്ല എല്ലാത്തിനും. അതെ, അതിൻ്റെ സമയമുണ്ട്. അപ്പം ഞാൻ ഇൽഷയ്ക്ക് കിട്ടിയതിൽ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെയാണെങ്കിൽ ഇനിയും ഇത് ഒരു ഇത് മാത്രമാണ്. ഇനി ഇതിനേക്കാളും കൂടുതൽ ഇതാകാനും എലിഫയ്ക്ക് പറ്റും. കൊണ്ട് പറ്റൂടാ. അതെ, ബിലീവ് ഇൻ യൂസ്. ബിലീവ് യു സീ യുവർ സെൽഫ്. ഐ സീ യുവർ സെൽഫ്. മൈസെൽഫ്. അങ്ങനെയൊക്കെയാണ്. തെരസയ്ക്ക് എന്നോട് ഫോൺ ചോദിക്കുക. ഞാൻ രാവിലെ തന്നെ ഞാൻ നേരത്തെ ഇവരോട് പറഞ്ഞു ഇനി 10 എണ്ണുള്ളൂ, 20 രാവിലെ എഴുന്നേറ്റപ്പോൾ ഇനി 20 പേരും കൂടെ കയറാനുള്ളായിരുന്നു. അപ്പോഴേ എനിക്ക് തുള്ളൽ തുടങ്ങി. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓരോന്ന് കയറി അവസാനം 98 ആയപ്പോൾ ഞാൻ അന്നയോട് ഓടിച്ചെന്ന് ഫോൺ ചോദിച്ചിട്ട് ഞാൻ അന്നയോട് ആദ്യം പറഞ്ഞായിരുന്നു എടുക്കണമെന്ന് അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് തന്നെത്താനെ എടുക്കാമെന്ന് വിചാരിച്ച്. ചിലപ്പോൾ ഇവിടെയൊക്കെ എടുക്കും, ചിലപ്പോൾ ഒറിജിനൽ വന്നില്ല, ഞാൻ തിരിച്ച് നശിപ്പിക്കും. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ട്രൈപോഡ് വെച്ചിട്ട് റിയാക്ഷൻ എടുത്തിട്ട് കണ്ണിൽ നിന്നൊരു തുള്ളി വെള്ളമാകും അത്. എന്നിട്ട് എന്താ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന 10K. വേർത്ത് വിളിക്കുക. ഇതാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ വേർത്ത് വിളിക്കുക. ഞങ്ങൾ ഫാൻ ഇട്ടാൽ ഒട്ടും ശബ്ദം കേൾക്കില്ല. ഒന്നാമത് ഞങ്ങൾക്ക് ശബ്ദം കുറവാണ്. ഇതിനോടെ ഫാനോടെ ഇട്ടാൽ സൂപ്പറായിരിക്കും. പിന്നെ അല്ലാതെ പുറത്തുനിന്ന് അത്യാവശ്യം ശബ്ദം നമ്മുടെ അങ്ങനെ ഇവിടെ ഇല്ല. ആകെപ്പാടെ ഫാനിക്ക് അങ്ങനത്തെ ഈ മാല എങ്ങനെയുണ്ട്? അന്നെ എനിക്ക് തന്നത. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കാൻ പറ്റുമോ? വേണ്ട. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഇങ്ങനത്തെ എന്നോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൽ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവര്, ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്തേനെ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ബൈ. ഫാൻ കിട്ടെ ഓഫ് ആക്കരുത്.